നമ്മുടെ വീടുകളിൽ നോൺ വെജ് കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ കറിയുടെ രുചിയും മണവും കൂട്ടാനായിട്ട് നമുക്ക് കറികളിലേക്ക് ചേർക്കുന്ന മല്ലിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കറിക്കൂട്ടും കാറ്ററിംഗുകാരുടെ സ്പെഷ്യലാണ്. ഇനി മല്ലി പൊടിച്ചെടുക്കാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള മല്ലി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മല്ലി ചേർത്ത് ചെറിയ തീയിൽ 1 മിനിറ്റ് നേരം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവില് പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകത്തിന്റെ കൂടെ തന്നെ 1/2 സ്പൂൺ അളവില് ഉലുവ കൂടി ചേർക്കണം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകവും 1 പിടിയോളം കറിവേപ്പിലയുമാണ്. ഇതെല്ലാം ചേർത്ത് ചെറിയ തീയിൽ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. മസാലകളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ 1 പിടിയോളം കാഷ്യൂസ് കൂടെ ചേർത്ത് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി ചേർത്ത് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു 10-25 ഏലക്ക കൂടെ ചേർക്കാം. ഏലക്കയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാലകളൊക്കെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി പാനിന്റെ ചൂടൊന്ന് ആറിയതിനു ശേഷം 1 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. മസാലകളുടെ ചൂടാറി വരുമ്പോഴേക്കും ഉണങ്ങിയെടുത്തിട്ടില്ല മിക്സിയുടെ ജാറിലേക്ക് വാരിയിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനും സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മല്ലി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് വീടുകളിൽ തയ്യാറാക്കി വെക്കണേ. ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെയും ഒരുപാട് സ്നേഹത്തോടെ താങ്ക്